ഹലോ ബാക്ക് ടു മൈ ചാനൽ അനദർ വീഡിയോ. ഇവിടെ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഞാൻ നിങ്ങൾ കാണുന്ന ഇപ്പം എൻ്റെ നേരത്തെ ഇട്ട വീഡിയോ 15 പേര് കണ്ടു. 15 പേര് സബ് ചെയ്താൽ മതി, അത്രത്തോളം എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ആരും എൻ്റെ വീഡിയോ സബ് പോലും ചെയ്യുന്നില്ല. ലൈക്ക് അടിച്ച് കളാൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ, എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വെറൈറ്റി സംഭവം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീട് കണ്ട കിഡിലാക്കില്ലേ, ഒരു പ്രഷർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് താഴെ, ഉണ്ടാ കയറി ഇന്ന താഴെ പൊങ്ങും, എല്ലാ സംഭവം ഉണ്ട്. പിന്നെ നമ്മുടെ ആ വീടിനകത്ത് സെക്യൂർ ആക്കിയിട്ട് 2 അയങ്കോളത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നോട്ടം കണ്ട തീ സാധനം ഡേയ്. ഇങ്ങോട്ട് വരാൻ, എങ്ങോട്ട് പോകണം ഞാൻ? ഇവിടെ അയാൾ മണ്ടലോട്ട് വരാൻ, അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഏരിയയിൽ ഒരു വില്ലേജ് പോലും ഇല്ല. തപ്പതിന് സ്ഥലമില്ല ഈ ഏരിയയിൽ. ഒരു വില്ലേജ് ഒന്ന് കാണിച്ചു തരണേ, ഒരു വില്ലേജ്. പക്ഷെ അടുത്ത വീഡിയോ നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തതിന് അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ വില്ലേജ് കണ്ടുപിടിക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഫർണസ്, പിന്നെ നമ്മുടെ ഫർണസ്, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് 2-3 തൊട്ടൊക്കെ ഉണ്ടാക്കി ഫുഡ്. അപ്പോൾ ഇതൊക്കെ കണ്ട പിക്ചേഴ്സൊക്കെ കണ്ട. പിന്നെ എൻ്റെ സൈഡിൽ സാധനങ്ങൾ, ടൂൾസ്, പിന്നെ ഈ ടൂൾസ്, പിന്നെ എല്ലാം നമ്മളിങ്ങനെ ഇങ്ങനെ കൂട്ടി 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 വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പ്രാർത്ഥിക്കാം. ഇതല്ല ബുക്കുണ്ട്, ബുക്ക്. അയങ്കോളം ഇങ്ങോട്ട് മാറി ഇക്കടാണ്, നോക്കട്ടെ, ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ, ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ. അവൻ കയറിയത് ഇന്നരേ ഇത് ചെയ്യാനാ ചെറുക്കൻ്റെ ഒരു കാര്യം. പിന്നെ വീട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? റൂഫൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ ഇന്നൊക്കെ ഉറങ്ങിയേക്കാം. രാവിലെ എണീറ്റ് നമ്മളെ പണി മൊത്തം തുടങ്ങുന്നത്. ഇന്ന് രാവിലെ എഫക്റ്റ് കൂടിപ്പോയോ എന്തോ, സോറി. നമ്മുടെ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കേവിനകത്ത് പോവുക, മൈനിങ്. നമ്മളിന്ന് മണ്ണിനടിയിലുള്ള സാധനങ്ങളെല്ലാം എടുക്കും, എമറാൾഡ് ഉൾപ്പെടെ. അപ്പോൾ അതിനുള്ള ടൂൾസായിട്ട് നമുക്ക് കുറച്ച് പിക്കാസ്, പ്രൊട്ടക്ഷന് വാള്, അങ്ങനെ ഒരു സംഭവമൊക്കെ വേണം. ആ സംഭവമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങനെ ഒരു അക്കറി ഓരോ സംഭവങ്ങൾ. പിന്നെ പടച്ചട്ട, നമ്മുടെ ബാഹുബലി സിനിമയിലെ ബാഹുബലി ഇടുന്ന പടച്ചട്ട, അത് ഇരുമ്പിൻ്റെ. ഇത് നമുക്ക് ഡയമണ്ടിൻ്റെ. ഡയമണ്ട് അവനെ കട്ടിയല്ലേ, അതിൻ്റെ. അങ്ങനെ അതിൻ്റെ ഇതിൻ്റെ എല്ലാം എടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കെ വി പോകണം. കെ വി പോയിട്ട് നമുക്കിനി കുറച്ച് സാധനം കണ്ടുപിടിക്കാനുണ്ട്. ഇനി ഇരുമ്പിൻ്റെ തല കണ്ട, അത് ഇരുമ്പ്, കട്ട ഇരുമ്പ്. അതൊക്കെ തന്നെ പക്ക പവറാ. കുറച്ച് വാള്, പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ. കെ വി പോയിട്ട് മാക്സിമം സോംബിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് കൊല്ലും, 100% ഉറപ്പ്. മാക്സിമം എല്ലാത്തിനും ഇന്ന് തൂർത്തടിക്കാൻ പോവുക. പിന്നെ നമുക്ക് എവിടെയും പോകണം, പിന്നെ കുറച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റേ ചെയ്യണം. പിന്നെ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ്, അത് ചിക്കൻ, അത് ഇതൊക്കെ ഉണ്ട്. പിന്നെ വേറെ നമുക്ക് ബെഡില്ല സംഭവം നമ്മുടെ കയ്യിൽ, അതാണ് പണി കിട്ടിപ്പോയത്. ബെഡിനിപ്പോൾ എന്ത് ചെയ്യും? ഒരു ബെഡ് അങ്ങ് എടുത്തേക്കാം. വാടാ ബെഡ്. അയങ്കോളം പോവാട്ടോ. ചേട്ടൻ തിരിച്ചു വരുമെന്നൊരു ഇതില്ല, പോവുക. പനിയാണ് എനിക്ക്, അങ്ങോട്ട് പോവുക. അല്ല പോട്ടെ, വിഷമിക്കരുത്. ഇവിടെ തന്നെ നിൽക്കണം, ഇവിടെ പ്രഷർ പ്ലേറ്റ് ആക്കണ്ട. കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക. എന്താടാ ഇത് അടഞ്ഞ്? കയറുക ഇറങ്ങുക. എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. ഇതൊക്കെ ഉണ്ട്, ലിവറൊക്കെ ഉണ്ട് ഇവിടെ. അത് തിരിച്ചാൽ നമ്മൾ അയണ്ട ഡോർ, നമ്മൾ ഭയങ്കര പ്രൊട്ടക്ഷൻ. അകത്തൊന്നും ആരും കയറാൻ, നമ്മൾ അയങ്കോളൊക്കെ ഇരിക്കുന്നുണ്ടേ ഭയങ്കര സീനാണ്. ആർക്കും അങ്ങനെ നമ്മുടെ വീടിനകത്തൊന്നും താടി കയറാനും ഒന്നും പറ്റത്തില്ല. പിന്നെ നമ്മുടെ പടച്ചിട്ട ചിക്കൻ, പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേവ് കണ്ടുപിടിക്കാൻ പോകണം. വില്ലേജസൊക്കെ ഉറക്കമായി, സന്ധ്യ ആകുമ്പോഴേ നമ്മുടെ വീട്ടിൽ കയറി ഉറങ്ങും. വില്ലേജസിനെ കാണിച്ചില്ലായിരുന്നു, പക്ഷെ അത് ഒന്ന് കാണിക്കാനാണ് വീഡിയോക്കകത്ത് പറ്റാതെ പോയി, സോറി. പിന്നെ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. ഇപ്പം അകത്തായിട്ട് കയറാൻ നിൽക്കുന്ന എന്തിന്? ബെഡ് എടുത്തു. അയ്യോ, നമുക്കിനി പണി കിട്ടുന്ന സംഭവം എന്നറിയോ? നമ്മൾ അഥവാ മരിച്ചതിന് ജനിക്കുന്നത് നമ്മുടെ വില്ലേജിലായിരിക്കത്തില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ട് ജനിപ്പിക്കും. നമ്മൾ ബെഡ് പൊളിച്ചെടുത്ത്. അയ്യോ. പിന്നെ നമ്മളെ അമ്മിണിക്കുട്ടിയൊക്കെ എന്തേ? അമ്മിണിക്കുട്ടി ഇവിടെ ഉണ്ടല്ലേ. അമ്മിണിക്കുട്ടിയുടെ തല അകത്തായി പോയടാ. തലേന്ന് അകത്തായില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. സുന്ദരി ആക്റ്റീവ്. ഒന്ന് ചാടിക്കളിക്കാൻ നോക്കുക അമ്മിണിക്കുട്ടി. എന്താ ചാടി കാണിക്കുന്നു? കൊള്ളാല്ലേ, പാല് കറക്കണം വന്നിട്ട്. ആയംകുളത്തൊക്കെ പോവും.
ഒരു പരുവായ അടികൊണ്ട് പരുത്തു പോയി ഞങ്ങളൊക്കെ. പിന്നെ ആടുണ്ട് നമ്മളെ ഗോഡ് അമ്മണിക്കുട്ടിയുടെ കൂട്ടുകാരി കേട്ടോ, പക്ഷെ അവർ പിണക്കത്തില്ല ഇപ്പം. പിന്നെ നമ്മൾ ഒരുവിധ ഗുഹയൊക്കെ കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങാം. ഇതിപ്പോൾ എങ്ങനെ ഇറങ്ങുന്നത് ഗുഹയ്ക്കകത്ത്? നമ്മൾ എത്ര കഷ്ടപ്പെട്ട് തപ്പി പിടിച്ചിറങ്ങിയ ഗുഹയെന്നറിയോ ഗൈസ് ഇത്? ഇതെങ്ങനെ ഇറങ്ങും? മണ്ടേന്നെടുത്ത് ചാടിയാലേ? മണ്ടേന്നെടുത്ത് ചാടിയാലും ശരിയാവത്തില്ല. ഓഹോ, ഇതെന്തോടാ ഇതിൻ്റെ അമ്മോ! അതൊക്കെ വേണ്ടി ചാവത്തേ ഉള്ളു. മരത്തിൻ്റെ മണ്ടയിലോട്ട് ചാടാൻ പറ്റി നോക്കാം. ഓ ഒരു ലൈഫ് പോയി കിട്ടി. ഇനി അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ചാടാൻ പറ്റി നോക്കാം. പിന്നെ ആ ലൈഫ് തന്നെ പോയി. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇറങ്ങി 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 തന്ന് താഴോട്ട് ചെല്ലുമ്പോൾ വാവ്, അടിപൊളി കേട്ടോ. താഴോട്ട് താഴോട്ട് ഇറങ്ങാൻ ചെല്ലുമ്പോൾ സോംബികളൊക്കെ ഉണ്ട്. നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ നിൽപ്പുണ്ട് അണ്ണനൊക്കെ. തീയൊക്കെ എടുത്ത് നമുക്ക് താഴോട്ട് വെച്ച് ദാ നിൽക്കുന്നടാ. ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടില്ലായിരുന്നു കേട്ടോ. ഇതറ ചാവാത്തത്. ചത്ത് ചത്ത് ചത്ത്. ഇത് താഴോട്ട് ഇറങ്ങാം. ഇനി കുറച്ച് കോളൊക്കെ നമുക്ക് വന്നിട്ട് എടുക്കാം. അതാ ശരിയായി. നമുക്ക് ആദ്യം വേണ്ടത് എമറാൾഡ്. അവിടെ ഗുഹ ഉണ്ടോ? ആ ഗുഹയിൽ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. നമുക്ക് ആവശ്യം എമറാൾഡ് ആദ്യം. ഇവിടെ നിന്ന് താഴോട്ട് ചാടിയ ചാവത്തില്ലെന്ന് തോന്നുന്നു. ചാവും ചാവും ചാവും. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. വന്ന വഴി മറന്നു കഴിഞ്ഞാൽ തീർന്നു. താഴെ അയണൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇച്ചിരി അപ്പുറത്തോട്ട്. അയ്യോ ദാ പോയാല്. എടാ മണ്ടേന്നെടുത്ത് ചാടിയടാ. ഞാൻ കാല് തെറ്റി താഴെ പോയടാ. ഇല്ല, ഞാൻ ഈ സ്ഥലത്ത് തന്നെ പിന്നെയും തിരിച്ചു വരും. മാക്സിമം ഈ വഴി കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കൂടെ ഇറങ്ങി വരും. നമ്മൾ മറ്റേ വഴി കൂടാണ്ട് എങ്ങനെയാണ്ടൊക്കെ ഇറങ്ങി താഴെ എത്തി. കഷ്ടപ്പെട്ട് എത്തിയാണ്. നിങ്ങളത് ചിന്തിക്കണം. നമ്മൾ നമുക്ക് ഗായ്സ് വന്നപ്പോഴത്തന്നെ ബ്ലൂ സ്റ്റോൺ കിട്ടി. വാവ് അമേസിങ്. ബ്ലൂ സ്റ്റോണൊക്കെ കിട്ടി. താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ബ്ലൂ സ്റ്റോൺ കിട്ടി. പിന്നെ എന്തൊരു വേണം? ആഹാ, ക്രീപ്പറൊക്കെ വരുന്നുണ്ടല്ലേ. അത് പൊട്ടി. ക്രീപ്പറൊക്കെ പൊട്ടി മാറിപ്പോയി. നമ്മളെ ഷീൽഡൊക്കെ നമ്മൾ ഫുൾ സെക്യൂർ. നമ്മളെ ഒരുത്തിനും ഒന്നും ചെയ്യാൻ പോലും പറ്റത്തില്ല. അതാണ് നമ്മൾ വേറെ മൈൻഡാണ്. നമ്മളെയും ഒരുത്തിനും ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാതാന്നേ ഇപ്പം ചെന്ന് ക്രീപ്പറിൻ്റെ വായി കിടന്ന് ചാവെന്ന് നോക്കും. ക്രീപ്പറൊക്കെ ഇപ്പം നമ്മളെ പിടിച്ച് നമ്മളെ തിന്നും. അല്ല പിന്നെ എന്തിനു പറയും. ക്രീപ്പറിൻ്റെ കിഴിച്ച് അപ്പം റെഡ് സ്റ്റോൺ കണ്ടോ? റെഡ് സ്റ്റോണിൻ്റെ മുന്നിൽ വേറെ ആളെ കണ്ടോ? കാണാൻ വേടാ ഇവനെ ഇരുട്ടത്ത്. ഓക്കെ. നമ്മളെ ചാനലൊക്കെ സബ് ചെയ്തേക്കണേ. ഞാൻ ഒന്നും കൂടെ പറയാം. ഇതാരാ അടിക്കുന്നത്? എടാ ഈ കൊച്ചൂരിപ്പോ എടാ അപ്പം ഇങ്ങനെ വിഷടാ. പോടാ എടാ പോടാ. ഇതാ അടുത്തത് പോയിട്ടുണ്ട്. ഇത് എന്ത് പടാ ഇത്? ചത്ത്. എൻ്റെയൊക്കെ ഒരു കാര്യം. അടി കൊള്ളാനായിട്ട് കീഴ് മരിക്കുമെന്നറിയാം. പിന്നെ കയറി ഒരു കീഴിലോട്ട് സാധനം മാറിപ്പോയി. ഒന്നും കൂടെ വെട്ട്. വെട്ടം പോയോടാ. ലൈറ്റ് വെയ്. ഓക്കേ, കുറച്ച് കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം എടുത്ത് പിന്നെ തിരിഞ്ഞു നോക്കണം. അവന്മാർ കുത്തും. അവന്മാർ ഭയങ്കര വിഷയം. ഇവിടെ സോംബി ഉണ്ട്, സൂക്ഷിക്കുക എന്ന് പറയുന്ന. പട്ടിയുണ്ട്, സൂക്ഷിക്കുക എന്നേരം വീട്ടിൽ ബോർഡ് വയ്ക്കത്തില്ലേ? ഇവിടെ സോംബി ഉണ്ട്, സൂക്ഷിക്കുക. പിന്നെ ബോർഡ് മിക്കവാറും ഞാൻ വെക്കേണ്ടി വരും. താഴോട്ട് ഇറങ്ങണം. ലൈറ്റൊക്കെ ഇവിടെ ഇരിക്കട്ടെ. വരുന്ന വഴി മറക്കരുത്. ആരോടെ ഉണ്ടോ? ഒരാളെ കണ്ടോളൂ. ഞാൻ ആരും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അടുത്തേക്ക്. അപ്പോൾ എടുക്കുമ്പോൾ വെട്ടം അങ്ങ് പോകുക അവിടുത്തെ. എന്താണ് ഇതിൻ്റെ സംഭവം? ആരും ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ആരാ വരുന്നേ? ഷീൽഡ് നേരെ പിടിക്കാൻ മറന്നുപോയി. ലൈഫ് കുറച്ചിട്ടണം പോയി. ഇവിടെ ആരും ഇല്ലേ? ഒരു ചിലന്തി വരുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ഇരുമ്പിൻ്റെ വാളാ. ഒരടിക്ക് ചാവും നീയൊക്കെ. കൊല്ലൻ്റെ കൈ കൊടുത്ത് നമ്മൾ രാവിയതാ. അടുത്തൊന്നും വന്നാണ് അതിന് ചീന്തി കളയും, പൊളി കളയും. ഇന്ന് ചിലന്തി ഫ്രൈ. എന്തോടാ ഇതിൻ്റെ മൂട്ടിലെ വലയാണ് താഴെ പോയേ? സ്ട്രിങ് കിട്ടി നമുക്ക്. സ്ട്രിങ് കൊണ്ട് എന്ത് ചെയ്യാനാ? ഇതിലൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പൂച്ചയൊക്കെ വന്നാലും കിട്ടും കേട്ടോ സ്ട്രിങ്.
പിന്നെ പൊടി അങ്ങ് പൊട്ടി. വെട്ടം കിട്ടുന്നില്ല. വെട്ടം കിട്ടാൻ ഒരിടത്ത് വെക്കാൻ സമ്മതിക്കണ്ടേ? അതിന് മുമ്പ് ഇവന്മാർ ഇങ്ങനെ നിൽക്കുമല്ലേ. ഓഹോ ഓഹോ, അവർ ഭയങ്കര വിഷയം കേട്ടോ. ആഹാ, ഇവിടെ തമ്മിലടി തുടങ്ങി. ഇപ്പോൾ കാണിച്ചു തരാം. ക്രീപ്പർ കൂട്ടി മറ്റേ വിളിച്ചാവുന്ന. ആ, ചത്ത് എൻ്റെ പാതി ലൈഫും പോയി കിട്ടി. സമാധാനമായി. കിഴങ്ങ് തന്നേക്കാം. കിഴങ്ങ് തിന്നാലും സമയം തരത്തില്ല. അവനും അടി കിടക്കും എൻ്റെ ഇടയിലൂടെ. എന്താ വരുന്നു? ഇവനും കൂടെ ഉള്ളു, വേറെ ആരും ഇല്ലേ? അവിടെ അതെന്തോടെ അവിടുന്ന് അമ്പ് വിടുന്ന? പൽബാൽദേവൻ്റെ ടീം സംഭവം ഇടുന്നടാ. നിർത്തടാ നീയൊക്കെ. വന്നേക്കുന്ന ആരാന്നറിയാവോ? KGF സിനിമയിലെ റോക്കി ബായിയാ. ഒറ്റയ്ക്ക് വന്ന എല്ലാവരെയും തീർത്ത് കളയും. വെട്ടവനെ അത്രേ ഉള്ളൂ. ഇവിടുത്തെ തമ്മിലടിയാ. അടി അവിടെ തമ്മിലടി. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാൾ തീർത്ത് മറ്റാൾ ഇടുന്ന അമ്പ് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെ പണിയാൻ കുറഞ്ഞു കിട്ടും. തമ്മിലടിച്ച് ചാവാനായിട്ട് അങ്ങനെ കുറയണം. വാടാ. ഓ ജലന്തി സോംബിയൊക്കെ ചാടിക്കളിക്കുന്നു. വെള്ളം കാണാൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. വല്ലാത്ത വിഷയം. നോക്കേ, തൊപ്പി ഇട്ടൊരുത്തൻ ഓരോന്നൊക്കെ തൊപ്പിട്ട്. എന്ത് തലവനാന്ന് തോന്നുന്നു. അവന് മാത്രമേ വാളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളതിന് വാളുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ കടിച്ചില്ല വന്നേക്കുന്നത്. ബാക്കിയുള്ള ആളെണ്ണം കൂടി വരികയാണ്. ഒരു സംഭവം കാണിച്ചുതരാം. എല്ലാത്തിനും ഒരുമിച്ച് കൊല്ലാൻ പറ്റും. നോക്കിക്കോണം. ഇവർ തമ്മിലടിച്ച് കൊല്ലുന്ന സംഭവം കാണിച്ചുതരാം. ഇവിടെ എന്തൊരു അഭിമാനി. കയറാനും പറ്റുന്നില്ല. അവന്മാർ അടിക്കുന്നില്ല. പിന്നെ അടിക്കുന്നില്ല. എങ്ങനെ അടിക്കുന്നടാ? ചെലന്തി ഇങ്ക വാടാ ചെലന്തി, ഇങ്ക വാടാ. തൊപ്പിയിട്ടോ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. തൊപ്പിയിട്ടോ വെച്ച് സീന. അമ്പും മില്ലും കൊടുത്തവൻ അടിക്കണം. ഇവൻ്റെ കയ്യിലൊക്കെ അമ്പും മില്ലും കൊടുത്തവൻ അടിച്ചാൽ മതി. വേറെ ആരും അടിക്കണ്ടേ. അവിടെ അടി തുടങ്ങി. തമ്മിലടി തുടങ്ങിയില്ല. അവിടെ തമ്മിലടി കൂടി ചാവുകയും ചെയ്തു ഓരോരുത്തന്മാർ. അയ്യോ പാവങ്ങളടാ, മരിക്കുന്നടാ. ഇവിടെ പാവടാ, ഓരോന്നായിട്ട് ചാവുകയാണ്. എൻ്റെ ഇരയായിട്ട് ഇന്നാട്ട് പോകാൻ പിന്നെയും കീഴോട്ട് കല്ലും കൊണ്ടുവരുന്നു. എനിക്കെന്തിനാ കല്ല്? വെണ്ട് ഓടിയിരുന്നു എൻ്റെ കല്ല്. ഇതാ വരുന്നു ഒരുത്തന്മാർ വന്നുകൊണ്ടിരിക്കുന്നടാ. നമ്മളിവിടെ സബ് ചെയ്തേക്കണേ മറക്കല്ല. ഞാൻ ഒന്നും കൂടെ പറയും. ഇത് നമുക്ക് കാണുന്ന 5 പേരെങ്കിൽ 5 പേര് അവനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇത്. ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ട 15 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ആരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നില്ല. പറ്റുമെങ്കിൽ ഫുൾ വീഡിയോ സിപ്പടിക്കായിരുന്നു കാണാൻ ശ്രമിക്കുക. അതും മരിച്ച്. താഴെ നമ്മളെ സംഭവം കണ്ടല്ലേ. എമറാൾഡ് ഡയമണ്ട് കെട്ടി. നമുക്ക് ഡയമണ്ട് ആളുണ്ട്. ഇത് പിക്കാസ് കൊണ്ട് ഡയമണ്ട്. എന്താ മൈൻഡ് നോക്കണേ. വെട്ട് ചാവത്തൂല്ലേന്ന് തോന്നുന്നു. താഴെ ഇനി ഡയമണ്ട് കാണിച്ച് ഇവന്മാർ ഫിഷ് ആകുന്നുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ വന്നുണ്ട് ഒരുത്തന്മാർ അങ്ങനെ കുറേ എണ്ണമുണ്ട്. ആരെ പിടിക്കട്ടെന്നും പറഞ്ഞ്, ആരെ കൊല്ലട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. വേണ്ട ഫ്രണ്ട് വന്ന് ചാടി കാണിക്കുന്ന വേറെ തരം കണ്ട. വെട്ടവനെ തലക്കിട്ട് ഓട്. ഇവിടുന്ന് ശരിയാവത്തില്ല. ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അവന് ഭയങ്കര ഇതായി ടെററായി തുടങ്ങി. ഇനി ഉമ്മാരത്ത് നിന്ന് കളിച്ചാൽ കളി കാര്യത്തിൽ കൊതിവിടും. എങ്ങനെയെങ്കിലും നമുക്ക് ഇതിൻ്റെ മണ്ടലൊന്ന് ഏന്തി കളിച്ച് കയറണം. കയറിയാലേ ബാക്കി സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തറിയാം മണ്ടോട് കയറാൻ പറ്റാതെ. ചാടങ്ങോട്ട് അങ്ങ് അറ്റത്തോട്ട് ചാടി കയറാം. അടിക്കുന്ന ആരെയാ അടിക്കുന്നത്? പിന്നിലിട്ട്. മൈ ഗോഡ്, ഗോൾഡ് അടേ മച്ചാമാരെ ഗോൾഡ് കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവായിട്ട് വെക്കണ്ട. ഗോൾഡ് കൂടെ അങ്ങെടുത്തേക്കാം. പിന്നെന്താ നമുക്ക് ഡയമണ്ട് കിട്ടി, ഗോൾഡ് കിട്ടി. ഇത്ര സാധനം നമുക്ക് കിട്ടിയ. ലൈറ്റിനൊക്കെ ഭയങ്കര ആവശ്യമാണ്. ലൈറ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടത്ത് കിടന്ന് കളിക്കേണ്ടി വരും. ഇരുട്ടത്തുള്ള പരിപാടിയാണ് ഫുള്ള്. പിന്നെ അവന്മാർ ഫുള്ള് നമ്മളെ ചാമ്പിക്കൊണ്ട് പോകും. പിന്നെ ഇറങ്ങുമ്പോൾ മൊത്തം അടി കൊണ്ട് ചാവും. ലൈറ്റ്സ്.
കയറി 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 മണ്ടേ കയറി മണ്ടേ കയറി മണ്ടേ കയറി മണ്ടേ കയറി. കോള് എടുത്തേക്കാം, എന്തിനാ വെറുതെ ആക്കുന്നേ. ഇവിടുന്ന് അപ്പുറത്തെ വഴി. ഓ ഇതാരടാ ഇത്, ഉഫ് കീഴ് വന്ന് പൊട്ടുന്നോടാ. വന്ന് വന്ന് വന്നു 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 വന്നു. അങ്ങോട്ടേക്ക് എങ്ങോട്ട് പോകും, വഴിയില്ല ഇവിടുന്ന്, എങ്ങോട്ട് പോകണ്ടേ. അങ്ങനെ അങ്ങത്തോട്ടങ്ങ് പോയേക്കാം. ഇതിലേ കൂടെ വഴിയുണ്ടെന്ന് തോന്നുന്നു. ഇതിലേ കൂടെ വഴിയുണ്ടെന്ന് തോന്നുന്നു. ഇതിലെ സ്ഥലം ഉണ്ടല്ലോ. അവിടെ വെട്ടം വെച്ച ഒരു സംഭവം കാണാൻ പറ്റി. ഇതിലേ കൂടെ പോവാം. ഇതിലേ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ താഴോട്ട് എന്തരാ താഴോട്ട് തീർന്നു. ഇപ്പോഴത്തെ വഴി കൂടെ പോയി നോക്കാം നമുക്ക്. അവിടെ വെട്ടവും വിളക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വെട്ടമൊക്കെ ഉണ്ട്. അവിടെ എന്താ വെട്ടമൊക്കെ ഉണ്ടല്ലേ. വെട്ടം എന്തോടാ അവിടെ വേറെ ആൾക്കാർ വലിയ സാമ്രാജ്യം. എന്നെ കണക്ക് വേറെ ഒരുത്തം പിന്നെ വന്നോടാ. ലൈഫ് പോകുന്നില്ല. വെള്ളത്തിൽ കൂടെ പോകും കുറച്ച് എളുപ്പമാവും. ഇത് നമ്മൾ ചെന്ന് ഇറങ്ങിയ സ്ഥലം തന്നെ, പഴയത് തന്നെ. ചെന്ന് കയറി മരിക്കത്തേ ഉള്ളൂ. ഉമ്മാരെ വായിക്കാത്തോട്ട് ഇരുന്ന് ഉമ്മാരി ഇനി മണ്ടേന്ന് ഒഴുകി താഴോട്ട് വന്നോണ്ടിരുന്നേന്ന്. ഉമ്മാര് ഭയങ്കര വിഷയം കേട്ടോ. ഉമ്മാര് നമ്മൾ വിചാരിക്കുന്ന ആളല്ല ഗൈസ്. അപ്പം നമ്മൾ മറ്റേത് കയറി വേറെ സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ എല്ലാം തീർന്ന്, അതുകൊണ്ട് നമ്മൾ വേറെ സ്പോട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ അടിപൊളി കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ തിരഞ്ഞ് കണ്ടുപിടിച്ചൊരു ഗുഹയാണ് ഈ ഗുഹ. കണ്ടാൽ തന്നെ മനസ്സിലാവും. വെളിയിൽ തന്നെ കോപ്പർ കിട്ടി, കോള് കിട്ടി, അടിപൊളിയാ. താഴെ സ്കെൽറ്റനും ഉണ്ടല്ലേ. അണ്ണനെ അത്ര മുട്ടിയിരിക്കുക. നമ്മളെ കണ്ടപ്പോഴാ അമ്പ് വിടാനായിട്ട് ഇങ്ങനെ തൊരടിച്ചിരിക്കുവാണ്. എന്തായാലും നമ്മളങ്ങോട്ട് ചെല്ലുന്നതായിരിക്കും. നമ്മൾ അണ്ണന് കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. എന്നിട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങി താഴോട്ട് ഇറങ്ങി നമ്മൾ ചെല്ലുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ആ സ്കെൽറ്റൻ വല്ലാത്ത വിഷയമായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ താഴെ നേരെ ഇറങ്ങിയിട്ട് ഇവിടെ വഴി തീർന്നു. വെട്ടവിട്ട് പോകണം. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. നമ്മൾ നിന്ന വഴി പറഞ്ഞാലും വന്ന വഴി മറക്കരുത്. അങ്ങനെയല്ലേ? നിന്ന വഴി എന്താ പോയ വഴി. എന്തോ സംഭവം. ഇതെന്തുകൂടെ ടണല്ല അത്. എന്തോ ഇങ്ങനെയൊക്കെ ഗുഹയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കേവ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ഇതൊക്കെയാണ് കേവ്. വല്ലാത്തൊരു കേവ് എക്സ്പ്ലോറിങ് ചെയ്യാനായിരുന്നു. താഴോട്ട് പിന്നെയും പാതാളത്തിലോട്ട് പോവുക. സുഭാഷിനെയൊക്കെ ഇപ്പോൾ കാണും. സുഭാഷേ ഗുണ കേവിലോട്ട് ഇറങ്ങുക. ഗുണ കേവ് സോക്സിലൊന്നും ഇല്ല, തീയത്തിച്ച് പോകുന്നടിയില്ലേ. ഇവിടെ തീർന്നോ? ഇല്ല മണ്ടയിലോട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ സാധനം. എന്തിനു വേണം സാധനം? എടുക്കൂ. വെട്ടു. 1 2 3 4. നാലാമത്തെ വെട്ടം പോയി. 5 5 5 6 7 8. നമുക്ക് 1 2 3 1 2 3 4 5 6 7 8 8 കിട്ടി. നമ്മളിനി ഇവിടുന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. ഇവിടെ സെറ്റ് കേട്ടോ. അവിടെ അടുക്കളയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വെട്ടമൊക്കെ ഇട്ട് ചോറൊക്കെ വെച്ച് തുടങ്ങിയ ലാവയുടെ ആയിരുന്നു. ഇവിടെ സോംബി നമ്മൾ ഇതുവരെ ഒരുത്തനെ പോലും കണ്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. എത്ര നേരമായിട്ട് നമ്മൾ ഇവിടെയൊക്കെ 100 വയസ്സ് ചാവത്തുമില്ല. ഇതൊന്നും 100 വയസ്സാ. തൊലൈ ചാവ് ആശം പിടിക്കാനായിട്ട്. ഇപ്പം എത്ര സോംബി നമ്മൾ കില്ല് ചെയ്ത്. ഇതാരടാ ഇത്? എടാ ചാവ് അയം വെച്ചടിക്കുന്ന തലയ്ക്ക്. അയ്യോടാ വാളെടുത്തൊന്ന് വീശാനുള്ള സമയം തന്നില്ല. അവൻ അയൻ്റെ അടി കൊണ്ട് ചത്തവൻ മരണപ്പെട്ടിരുന്നു. ഇനി നമുക്ക് കുറച്ച് കോപ്പർ എടുക്കണം. കോപ്പർ തീർന്നോ? ഇല്ലല്ലോ. നമ്മൾ വീട്ടിൽ കുറച്ച് കോപ്പർ തീർന്നിരുന്നു. നമുക്ക് കോപ്പറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കോപ്പർ എടുത്ത് താഴോട്ട്. ബ്ലൂ സ്റ്റോൺ ഉണ്ടല്ലോ ഇവിടെ തന്നെ. ഇറങ്ങിയപ്പോൾ തന്നെ ലക്കാന്ന് തോന്നുന്നില്ല. ബ്ലൂ സ്റ്റോൺ കിട്ടി. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇനി ഉണ്ട്. താഴോട്ട് ചെല്ലണം. താഴോട്ട് പോവുകയാണ്. അതാ വന്ന്. ഇത് ആരത്? മക്കളെ നിക്കറൊക്കെ കീറി തുടങ്ങിയല്ലേ. പിന്നെ ഏതന്നെ ഇടുന്നു. കഴുകിക്കൂടെ താങ്കൾക്ക്? നാറുന്നു താങ്കളെ.
എടാ എടാ ഇത് വഴിയെടാ, എടാ കൊള്ളാടാ ഈ വഴി. ഈ കട്ട പൊട്ടിച്ചാൽ മരിക്കും. നമ്മൾ താഴെ കുഴി പോകും, ഡയറക്റ്റ് കുഴി പോകും. സ്പോട്ടിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും താഴെ കുഴി പോകും. നമ്മൾ ഡയറക്റ്റ് കുഴിയിൽ തന്നെ പോകും. ഇനി ഇവിടെ നിന്ന് ഇതെങ്ങനെ ഇപ്പുറത്തെ കട്ട പൊട്ടിച്ചാലേ ഒന്ന് പൊട്ടിച്ച് നോക്കാം. പിക്കാസ് വെട്ടി ഇനി അപ്പുറത്തൊക്കെ കുഴിയിലോട്ട് കല്ലിലോട്ട് വേണ്ടാണ്ട് ഇവിടെ ഒരു കല്ലിട്ട ഇവിടെ ഒരു കല്ലിട്ട് ഇറങ്ങി നോക്കാം. എന്നിട്ട് ഇവിടുന്ന് അപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് ഒരു ഭാഗ്യോടെ മരിച്ചില്ലടാ. അന്തോ എടാ നാശം പിടിക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് കരകയറി വന്നിരുമ്പോഴത്തേക്ക് ഇവന്മാരെന്തരാ ഇങ്ങനെ. എന്നാലും ഞാൻ ഈ വീഡിയോ എത്ര ഞാൻ കഷ്ടപ്പെട്ടെടുത്തതാണ്. നിങ്ങളെന്നെ സബ് ചെയ്ത് ഒന്ന് സഹായിക്കണം. മാക്സിമം നിങ്ങൾക്ക് വേണ്ടി കുഴി വരെ ഞാൻ പോയില്ലേ, അത് നിങ്ങൾ കുറച്ചിലായിട്ട് കാണരുത്. പക്ഷേ ഞാൻ നിർത്തുന്നില്ല. ഞാൻ എങ്ങനെയായാലും ഇനിയും കുഴി വരെ പോകുന്നതായിരിക്കും. ആ കുഴി വരെ പോയി നിങ്ങൾക്ക് ഇനിയും സാധനം എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. നിങ്ങളത് മറക്കരുത്. ഒരു പാവപ്പെട്ട യോദ്ധാവിൻ്റെ രോദനം നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പോവുകയാണ്. ഞാൻ നേരെ ആ കുഴിയിലോട്ട് ചെന്ന് കുഴിയിലിറങ്ങുകയാണ്. നിങ്ങൾ വിചാരിച്ച് ഞാൻ അവിടെ വെച്ച് വഴി നിർത്തുന്നല്ലേ? ഞാൻ നിർത്തത്തില്ല. ബട്ട് ഞാനൊരു വലിയൊരു മനുഷ്യനല്ലേ. ഞാൻ നേരെ സർവൈവൽ വന്നു. ഞാൻ ഇതിന് താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നീ നേരെ കുഴിയിലോട്ട് പോ. കുഴിയിലോട്ട് പോടാ ഇറങ്ങടാ. ഇറങ്ങ്. ചുമ്മാണേ ഞാൻ മരിച്ചു പോകത്തില്ല. തീർന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ പറയും, ഞാൻ ഇറങ്ങത്തില്ല. പക്ഷേ പയ്യെ ഇനി ഇവിടെ താഴോട്ട് ഇറങ്ങണമല്ലേ. ഇവിടെ നമ്മുടെ സ്പോട്ടിലോട്ട് പോകണമെങ്കിൽ ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മുടെ സ്പോട്ടിലോട്ട് എത്തുന്ന കാര്യം ഇച്ചിരി റിസ്ക്കാണ്. അത് എവിടെയാണെന്ന് എത്തിയപ്പോൾ എനിക്ക് മറന്നു കേട്ടോ. അത് എവിടെ ആയിരുന്നു? എന്തുവായാലും ആ സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് നമ്മുടെ ആ തറയിൽ പോയ സാധനമൊക്കെ എടുത്തിരിക്കും. ഇത് എൻ്റെ വാക്ക്, മേരാ വാക്ക് ഹേ. ഇതുവഴി തന്നെ പൊക്കോ. ഇത് വഴി തന്നെ. ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നമ്മളെ വീഡിയോ ലെങ്തായി പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം മിക്കവാറും നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത എന്ത്? താഴോട്ട് പോട്ട് ഇറങ്ങ് അവിടെ താഴോട്ട്. ഓ ഗായ്സ്, പിന്നെ ഞാൻ മരണപ്പെടും മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ. ഇതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്നായിരുന്നു. ഇതുവരെ ആരും എന്നെ കണ്ടിട്ടില്ല. സൂപ്പർ, ഞാൻ മരിച്ച്. ഇവന്മാരൊക്കെ എന്തരാ. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. മാക്സിമം ശ്രമിച്ചു ഇത്രയും കളിക്കാൻ. എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോഴത്തേക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത വില്ലേജ് കണ്ടുപിടിക്കാൻ പോകുന്നതായിരിക്കും. ന്യൂ വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ഉറപ്പ്. അപ്പോൾ ബൈ, ഗുഡ് ബൈ.